സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് നടി റിനി ആൻ ജോർജ്. പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് റിനി ആൻ ജോർജ് മുന്നറിയിപ്പ് നൽകി. CPIM വേദിയിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ല എന്നും റിനി ആവർത്തിച്ചു. ഒരു പെൺപ്രതിരോധം എന്ന പരിപാടിയിൽ വിവിധ തുറകളിലുള്ള ആളുകളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്. ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ, ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, റിനി ഇപ്പോഴും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് വിധേയമാവുന്നുണ്ട്. ഇങ്ങനെ പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരും എന്നവർ പറയുന്നു. എന്താണ് കൂടുതലായി വിശദീകരിക്കുന്നത് ആൻമരിയ സണ്ണി? റീജിത്ത്, ഒരു മുന്നറിയിപ്പാണ് റിനി നൽകിയിരിക്കുന്നത്. ഇനിയും ഈ രീതിയിലുള്ള സൈബർ ആക്രമണം തുടർന്നിട്ടുണ്ട് എങ്കിൽ പല കാര്യങ്ങളും തനിക്ക് തുറന്നു പറയേണ്ടി വരും. പ്രസ്ഥാനത്തോടും അതിലുള്ള ചില ആളുകളോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പലതും താൻ ഇപ്പോൾ തുറന്നു പറയാത്തത്. പക്ഷേ ഈ രീതിയിൽ തന്നെ പ്രകോപിപ്പിക്കുകയാണ് എങ്കിൽ താൻ തുറന്നു പറയുക തന്നെ ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പായിരുന്നു റിനി നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതായത് CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്ന പെൺകരുത്ത് എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് റിനിക്കെതിരെ ഈ രീതിയിലുള്ള വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്. ഇതിന് പിന്നാലെയാണ് റിനി വാർത്താ സമ്മേളനം വിളിക്കുകയും വാർത്താ സമ്മേളനത്തിൽ തന്റെ നിലപാട് റിനി പറയുകയും ചെയ്തത്. അവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് റിനി മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു കാര്യം റിനി പറയുന്നത്, നമ്മൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ആ വേദിയിൽ വെച്ച് തന്നെയാണ് KJ ഷൈൻ ഇവരെ CPMലേക്ക് ക്ഷണിക്കുന്നത്. ആ ഒരു ക്ഷണം എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, പക്ഷേ പോകണമോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്, ഞാനാണത് തീരുമാനിക്കേണ്ടത്. നിലവിൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, ഒരു രാഷ്ട്രീയ മുന്നിൽ കണ്ടുകൊണ്ടല്ല താൻ ആ വേദിയിൽ പങ്കെടുത്തത്. സ്ത്രീപക്ഷമാണ്, ഞാൻ സ്ത്രീപക്ഷത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, അത് ഇനിയും ആ രീതിയിൽ തന്നെ തുടരും എന്നാണ് റിനി പറയുന്നത്. പക്ഷേ ആ ഓരോ വാക്കുകൾ പറയുമ്പോഴും റിനി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനിയും സൈബർ ആക്രമണവുമായി മുന്നോട്ട് വന്ന് തന്നെ പ്രകോപിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും തനിക്ക് പറയേണ്ടി വരുമെന്ന് തന്നെയാണ്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരും എന്നാണ് റിനി ആൻ ജോർജിന്റെ മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.